അടിക്കുന്നു. ആരാണ് വാ? ആഹാ, മറിയ ചേട്ടത്തിയോ? മറിയ ചേട്ടത്തി ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. എന്ത് പറ്റി ഈ വഴിക്കൊക്കെ? എനിക്കൊരു സന്തോഷ വാർത്ത ഉണ്ട്. ആഹാ, എന്നാ പിന്നെ വന്ന കാലം നിൽക്കാതെ വാ, കയറി വാ, കയറി വാ. ഇരിക്കും മറിയ ചേട്ടത്തി, വെയിലൊക്കെ കൊണ്ട് വന്നതല്ലേ. പിന്നെ വിശേഷം എന്താണ് വിശേഷം? നല്ല വിശേഷം. എന്റെ മോളുടെ കല്യാണത്തിന് വിളിക്കാൻ ഞാൻ വന്നതാണ്. ഓ, മോടെ കല്യാണമൊക്കെ ആയല്ലേ? ആഹാ, മോളെ എവിടാ കെട്ടിക്കുന്നേ? ഓ, കൊല്ലത്താണല്ലേ? ഇത്ര ദൂരെ കൊണ്ട് കെട്ടിച്ച്. എല്ലാ വിളിയെല്ലാം, കല്യാണ വിളിയെല്ലാം കഴിഞ്ഞോ? ഇല്ല, ഇനി കുറച്ചുപേരെ കല്യാണത്തിന് വിളിക്കാനുണ്ട്. കുറച്ചുകൂടെ വിളിക്കാനുണ്ടല്ലേ? എന്നാ കല്യാണം? എന്നാ മറിയ ചേട്ടത്തി? കല്യാണം മാർച്ച് 29 ഞായറാഴ്ച രാവിലെ 10 മണിക്ക്. മാർച്ച് 29? മാർച്ച് 29 ഞങ്ങൾക്കൊരു മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മീറ്റിംഗ് മാർച്ച് 29 ഡാമിൻ പാസ് കോട്ടയത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഡാമിൻ പാസിനെ അറിയോ? കേട്ടിട്ടുണ്ടോ ഡാമിൻ പാസ് എന്ന് പറഞ്ഞ? കേട്ടിട്ടുണ്ട്. പണ്ട് ഞാൻ ടിവിക്കകത്തൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, ആ പാസ്റ്റ് കോട്ടയത്ത് വരുന്നുണ്ട്. മാപ്പിള ഹാളിലാണ് വരുന്നത്. ഞായറാഴ്ച 29, ഈ മാസം 29 വരുന്നതെന്ന് കേട്ട നോട്ടീസൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഞാൻ തരാം. അന്ന് കല്യാണം. കാർഡ് അല്ലേ? ഡിയേ ഡിയേ, മറിയ ചേട്ടത്തിക്കേ ഇച്ചിരി ആ ജ്യൂസ് കലക്കി കൊടുക്ക്. കാരണം വെയിലൊക്കെ കൊണ്ട് വന്നതല്ലേ. ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വാ. മോടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലി ആയിരുന്നോ? ചെറിയൊരു ജോലിയെല്ലാം ആയി. ഇതാ നോട്ടീസ്. ഇതുണ്ടോ? ഇതാ നോട്ടീസേ. എന്നാ ഒരെണ്ണം വെച്ചോ. എന്തായാലും പറ്റുമെങ്കിൽ വരാൻ നോക്ക് കേട്ടോ. വരാൻ പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം അന്ന് കല്യാണമല്ലേ. എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്റെ മോളുടെ കല്യാണത്തിന് വന്നേ പറ്റത്തുള്ളൂ. എല്ലാരും വരണേ. നമ്മളെല്ലാരും കൂടെ പാടാ. കൊറേ പേരെ കല്യാണത്തിന് വിളിക്കാനുണ്ട്. എന്നാ ശരി, ആയിക്കോട്ടെ ആയിക്കോട്ടെ. മൂത്ത മോളോടും കൂടെ ഒന്ന് പറയണേ. അവളെ സ്കൂളിൽ പോയേക്കോ, ഇപ്പൊ വരാറായിട്ടുണ്ട്. എന്നാ ശരി. അപ്പോഴേ നമുക്ക് കല്യാണത്തിന് പോകുന്നതാണ് നല്ലത്. കാരണം കല്യാണത്തിന് നമ്മൾ ഒത്തിരി നാളായി കല്യാണമൊക്കെ കൂടിയിട്ട്. കാരണം ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ വരുന്നില്ലേ, പഴയ ആൾക്കാർ, പഴയ കുറേ കൂട്ടുകാർ, ഇവരൊക്കെ വരുന്നത്. കാരണം ഈ വട്ടത്തിലുള്ള എല്ലാ ആൾക്കാരും അവിടെ വരുന്നത്. ആകുമ്പം നമുക്ക് നല്ലൊരു സദ്യയും കഴിക്കാം, കുറേ ആൾക്കാരെ കാണുകയും ചെയ്യാം. നമുക്കെന്നാ പ്രാർത്ഥനയ്ക്ക് പോകുന്നതല്ലേ നല്ലത്? ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കോട്ടയത്ത് ഡാമിൻ പാസ്റ്റർ വരുന്നത്. കോട്ടയത്ത് ഡാമിൻ പാസ്റ്റർ ഈ 29 വരുമെന്ന് ശരിയാണ്. കാരണം നമുക്കിപ്പോൾ കൊച്ചി ചെന്നാലും ഡാമിൻ പാസ്റ്ററെ കാണാൻ പറ്റും. നമുക്ക് കല്യാണത്തിന് പോകുന്നതല്ലേ നല്ലത്. എന്നാലും നമുക്ക് നല്ല വിടുതൽ ശുശ്രൂഷയൊക്കെ ഉണ്ട്, നല്ല വചന ശുശ്രൂഷയും. ഫാമിലി സൺഡേ അല്ലേ? ഫാമിലി സൺഡേ എന്നാ. കാരണം ഫാമിലികൾക്ക് ഒത്തുകൂടാൻ. കാരണം ഇവിടെയും ഫാമിലിക്ക് പോകാൻ പറ്റുന്ന ഫാമിലിയായിട്ടാണ് അവർ വന്ന് വിളിച്ചേക്കുന്നത്. നമ്മളെല്ലാവരും കൂടെ ചെല്ലണം എന്നൊക്കെ പറഞ്ഞു. അല്ല, നിനക്ക് വല്ല ഇതുണ്ടോ? ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മുടെ കുടുംബത്തിനൊരു അനുഗ്രഹമായിരിക്കും. ശരിയാണ്. കല്യാണത്തിന് നമുക്ക് തലേദിവസം അവരുടെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കാം. ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഡാമിൻ ബ്രദറിനെ കാണാൻ ഇവരൊക്കെ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് പോവാം അല്ലേ? അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. തലേദിവസം അവരുടെ വീട്ടിൽ പോയി എന്തെങ്കിലും മേടിച്ച് കൊടുത്തട്ടെ. തലേദിവസം നമുക്ക് വീട്ടിൽ പോയി എന്തെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോവാം. അപ്പൊ എങ്ങനാ? മാർച്ച് 29 ഫാമിലി സൺഡേയിൽ ഞങ്ങളുണ്ടാകും. നിങ്ങളുണ്ടാവില്ലേ?